ഇന്ന് ഞങ്ങൾ കോഴിക്കോട് മിഠായി തെരുവ് പോയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം. മിഠായി തെരുവിലെ കുറേ വിശേഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് കാത്തിക്കുകയാണ്. ഞാൻ സ്കൂട്ടി ഉണ്ട്, പക്ഷേ സ്കൂട്ടിക്ക് ഞാൻ കോഴിക്കോട് വരെ ഒന്നും പോവാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. അപ്പോൾ ബസ്സിൽ നിന്ന് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ആ ബസ്സിൽ ഒരു പെണ്ണിങ്ങനെ വന്നിട്ട് എന്തോ ഒരു സംഭവം അങ്ങനെ കൊണ്ട് തന്നു കേട്ടോ. അവരുടെ പേരും ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംഭവം തന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 20 രൂപയാണ്. അത് ഞാൻ അവർക്ക് കൊടുത്തു കേട്ടോ. അല്ലെങ്കിലേ എൻ്റെ കയ്യിൽ 10 റുപ്യ പോലും ഇല്ലാതെയാണ് കേട്ടോ ഗൈസ്. പ്രത്യേകിച്ച് ഗൂഗിൾ പേയിലാണല്ലോ പൈസയൊക്കെ ഉണ്ടാവുക. അപ്പം ബസ്സിന് പൈസയൊന്നും ചില്ലറയായിട്ട് കയ്യിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അമ്മേൻ്റെ കയ്യിൽ നിന്ന് 50 റുപ്യ വാങ്ങിയിട്ടാണ് കേട്ടോ ബസ്സിന് കയറിയിട്ടുണ്ട്. ഇനിയത് ടിക്കറ്റ് എടുത്തിട്ടുള്ള ബാക്കി പൈസയാണ് കേട്ടോ ആ ചേച്ചിക്ക് ഞാൻ കൊടുത്തത്. അങ്ങനെ മക്കളെ ഞങ്ങൾ മിഠായി തെരുവിലെത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എപ്പോൾ വന്നാലും ഈ ഒരു ഷോപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങും കേട്ടോ. ഒരു വെള്ളം കുടിക്കുക എന്തെങ്കിലുമൊക്കെ കുടിക്കും കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു പുഡിങ് ഉണ്ട് അമ്മയെന്നും പറഞ്ഞിട്ട് എനിക്ക് ആ പുഡിങ് തന്നെ വേണമെന്ന് പറയണം കേട്ടോ മക്കൾ രണ്ടാളും. അപ്പോൾ ഞാൻ അതിൻ്റെ വില ചോദിച്ചപ്പോൾ 30 രൂപയാണ് കേട്ടോ അതിന് പറഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ രണ്ടാൾക്കും ഓരോരോ പുഡിങ് മേടിച്ചു കൊടുത്തു. ഒരാൾക്ക് മാങ്ങേൻ്റെയും പിന്നെ ഒരാൾക്ക് ലിച്ചിൻ്റെയും കേട്ടോ. ഞാൻ പിന്നെ ഒരു നാരങ്ങ സോഡ ഉപ്പിട്ടത് വാങ്ങി കുടിച്ചു കേട്ടോ. മധുരട്ടത് കുടിക്കാൻ പറ്റൂല, ഷുഗറാണേ. അപ്പം നിങ്ങൾ ചോദിക്കും ഈ പ്രായത്തിൽ ഷുഗറോന്ന്. സത്യമാണ് കേട്ടോ, കടത്തരം പറഞ്ഞോന്നല്ല കേട്ടോ. അപ്പം ഞാൻ വാങ്ങിയെന്ന് ഓൽക്ക് രണ്ടാക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഓൽക്ക് രണ്ടാക്കും കൊടുത്തിട്ടോ. പിന്നെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ. കണ്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നൂല കേട്ടോ. അത്രയ്ക്ക് കാണാനുണ്ട്. കാണാൻ മാത്രമല്ല കേട്ടോ, വില കുറവിലുള്ളതും ഉണ്ട്, വില കൂടിയതും ഉണ്ട്. റേറ്റ് എത്ര? മുണ്ടൊക്കെ നല്ല അടിപൊളി മുണ്ടാണ് കേട്ടോ. നല്ല റേറ്റും കുറവുണ്ട്, നല്ല സംഭവമാണ് കേട്ടോ. അപ്പോഴാണ് കേട്ടോ ഈ മയിൽപ്പീലിക്കാരനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ ഒരു വിഷറി ടൈപ്പ് മയിൽപ്പീലിക്ക് വരുന്നത് 100 രൂപ, ആ വലിയ മയിൽപ്പീലിക്ക് വരുന്നത് 80 രൂപ, ആ ചെറിയ മയിൽപ്പീലിക്ക് വരുന്നത് അതേപോലെ 120 രൂപ. അങ്ങനെ എന്തൊക്കെയോ നല്ല വില ഉണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ മയിൽപ്പീലൊന്നും വാങ്ങാൻ നിൽക്കാതെ ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഷർട്ടൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കണ്. ഇതിനൊക്കെ 350 ഉറുപ്പ്യ കേട്ടോ. നല്ല ബ്രാൻഡഡ് ഷർട്ടാണ്. ഷോപ്പിൽ നിന്ന് നേരെ എടുത്തിട്ട് വിൽക്കണതാണ് കേട്ടോ. ഒരു വ്ളോഗായിട്ട് മുഴുവൻ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഓരോ കടകളുടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾക്കും കാണാൻ കഴിയുള്ളൂ. പിന്നെ ലെങ്ത്ത് കൂടി പോകും, നിങ്ങൾക്കറ്റ കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ അത് എന്തായാലും മറ്റൊരാൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അല്ല ഞാൻ കണ്ട് ഇനി മറ്റൊരാളും കാണരുത് എന്ന് വിചാരിക്കരുത് കേട്ടോ. എന്തായാലും നിങ്ങളിതൊന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ കൂട്ടാക്കുക. ഓക്കെ, ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്ക് ഫേസ്ബുക്കും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. ഫേസ്ബുക്കിൽ 1.5 ലക്ഷം ഫോളോവേഴ്സ് ആയിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ 75K ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് അവർക്ക് പാനിപൂരിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ ബസ് കയറി തിരിച്ച് വീട്ടിലെത്തി. അത്രേ ഉള്ളൂ.